അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ചേട്ടനെ നമ്മൾ കണ്ടത് മുതൽ ചേട്ടനായിട്ടുള്ള ഒരു കലാകാരി. അപ്പോൾ ഇത്തടെ പേരെന്താ? നസീമ. അതേമാതിരി നല്ല അടിപൊളി മുട്ട ബജിയും തമ്മിലുള്ള അടിപൊളി സാധനം എടുത്തിട്ടാ. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാമിലീസുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഹലോ. ഇന്ന് കുറച്ച് ചെറിയ വിശേഷങ്ങൾ കാണാം കേട്ടോ. നമുക്ക് എന്താ വിശേഷം എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മാടെ തന്നെ ചോദിക്കാം. ഉമ്മ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. എവിടേക്കാകുമ്പോൾ യാത്ര? എന്താ പരിപാടി? സ്വർണ്ണം എടുക്കണം, ഡ്രസ്സ് എടുക്കണം. ഹെൽമെറ്റ് ഇട്ടപ്പോൾ ഉമ്മനെ കാണുന്നില്ല. 40 എല്ലാ സാധനങ്ങളും എടുക്കണം. അപ്പോൾ നമ്മുടെ ആദമിൻ്റെ 40ആയി. ദിവസമില്ല. അതെ, ഞാൻ ഒരാഴ്ച കഷ്ടിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ ആദംകുട്ടിയുടെ 40ആയി. അപ്പോൾ അതിൻ്റെ ഉള്ള ആദമോൻ്റെ 40ആയി. അപ്പോൾ അതിന് വേണ്ട സ്വർണവും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. സമയമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകും. പെരുന്നാൾക്ക് പോയിട്ട് ഇന്നലെ വൈകിട്ട് എത്തിയത്. ഇന്ന് ചിലപ്പോൾ സ്വർണം വില കൂടിയാലോ ഇത്തിരി ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അതെ, ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിലൊക്കെ സ്വർണം ഭയങ്കര ടാസ്ക്കാണ്, ഭയങ്കര വില അല്ലേ. പക്ഷെ എന്താ ചെയ്യുക, അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ പോയിട്ട് നോക്കിയിട്ട് നല്ല എടുക്കുക, ആ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത് പാവർട്ടി നിന്നാണ്. പാവർട്ടി ആകെ ഒരൊറ്റ ഷോപ്പ് നമ്മൾ എപ്പോഴും പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെ ആണ് ഉള്ളൊരു ഷോപ്പ്. ഇല്ല, നമ്മൾ ആദ്യം തൃശ്ശൂർ നമ്മൾ എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ പാവർട്ടി നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ എന്തൊരു എടുക്കലുണ്ടെങ്കിലും നമ്മൾ നേരെ പോയി എടുക്കുന്നത് നമ്മൾ ആ ഒരു ഷോപ്പാണ് കേട്ടോ. മീക്കായിൽ എന്ന് പറഞ്ഞ ജ്വല്ലറിയാണ് കേട്ടോ. അവിടെ എല്ലാം കൊണ്ടും സ്റ്റാഫാണെങ്കിലും നമ്മൾ പെരുമാറുന്ന പെരുമാറ്റമാണെങ്കിലും ഇനിയിപ്പോൾ അവിടുന്ന് റേറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടാണെങ്കിലും മൊത്തത്തിൽ ഡിസ്കൗണ്ട് ആക്കിയിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും അവർ നല്ല രീതിയിൽ നമുക്ക് നല്ല പെരുമാറ്റം, നല്ല സർവീസുമാണ് അവരുടെ അല്ലേ. മീക്കായിൽ നല്ല സർവീസ് അല്ലേ. പിന്നെ നമുക്ക് അവിടെ നമുക്കൊരു മുമ്പ് നമ്മള് 40 സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് എടുത്തത് അല്ലേ. 40 സ്വർണ്ണം എടുത്തിട്ട് നമ്മളവിടെ ചെറിയൊരു എന്താണ് പരിപാടി കുറി പോലെ തുടങ്ങിയിരുന്നു. മാസം കുറച്ചൊരു 500,000 വെച്ചിട്ട് നമ്മൾ കൊടുക്കണ പോലെ തുടങ്ങിയിരുന്നു. അപ്പൊ അതില് എത്ര 4-5 ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ അടയ്ക്കുന്നവരുടെ നറുക്കിട്ടെടുത്ത് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രൈസും കിട്ടി. സ്വർണ്ണക്കോയിൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കിട്ടുന്നത്. അത് അവിടെ നിന്നാണ് സ്വർണ്ണക്കോയിൻ. എന്തായാലും ഉമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്താ സ്വർണം, ഉടുപ്പ് അല്ലേ ഒക്കെ എടുക്കണം. അപ്പോൾ സ്വർണ്ണം എടുക്കണം, പിന്നെ ആദമിന് വേണ്ടിയുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ പിന്നെ സിത്തുള്ളതും പിന്നെ ഷെയ്സമ്മോൾക്കുള്ളതൊക്കെ എടുക്കണം. അപ്പോൾ അത് നമുക്ക് വീഡിയോസ് ആയിട്ട് ഉൾപ്പെടുത്താട്ടോ, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താട്ടോ. അപ്പോൾ എന്തായാലും പാവർട്ടി പോയിട്ട് ബാക്കിയുള്ള സ്വർണ്ണം എടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കുന്നതാണെങ്കിലും അതൊക്കെ ഒരു വിശേഷം പോലെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. എന്താ പറഞ്ഞേ? മഴയാ? നാളെ പിടിക്കാം ട്ടാ. അപ്പം പിന്നെ പോവാം ട്ടാ. ഓക്കെ, ബൈ ബൈ. ഇതാണ് നമ്മുടെ മീക്കായിൽ ജ്വല്ലറി കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് തരുന്ന നമ്മുടെ ചേട്ടന്മാരിൽ ഒരു ചേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ. ചേട്ടൻ്റെ പേര് പറഞ്ഞു? ജാക്സൺ അല്ലേ. ഓക്കെ. ചേട്ടൻ പറഞ്ഞു നമ്മുടെ ഈ എത്ര വർഷമായി? ഒരു 4 വർഷത്തോളമായി ഏകദേശം ഈ ഷോപ്പ്. ഇതാണ് ഫസ്റ്റ് തുടങ്ങിയ ഷോപ്പ്. പാവർട്ടി ബ്രാഞ്ച് തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ജ്വല്ലറി തുടങ്ങുന്നത് മികായൽ ഗോൾഡൻ ഡയമണ്ട്സ് ജ്വല്ലറി തുടങ്ങുന്നത് പാവർട്ടിയിലാണ് ആദ്യമായിട്ട്. ഞങ്ങൾക്കിപ്പോൾ 4 ബ്രാഞ്ചായി. ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 4 കൊല്ലം. അതിനുശേഷം ഇപ്പോൾ കേച്ചേരി ഇപ്പോൾ 2 കൊല്ലമായി. പിന്നെ മറ്റൊരു കൊല്ലം ആയി. പിന്നെ ഇപ്പോൾ ആൽത്തറയിൽ ഇപ്പോൾ ജസ്റ്റ് തുടങ്ങി ഒരു 2 മാസം 3 മാസം ആൽത്തറയിൽ. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ 4 ഷോപ്പുണ്ട്. ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ആയി. ഇപ്പോൾ മിക്കവാറും അടുത്ത കൊല്ലത്തോളം ഞങ്ങൾ കുന്നംകുളത്തും കൂടെ തുടങ്ങാനുള്ളൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങളൊരു ആലോചനയിലുണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയായിട്ട് വരുന്നു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ആൾക്കാരായിട്ട് ഇതാകുമ്പോൾ തന്നെ നല്ല സർവീസ് അറിയാം. അതെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നിങ്ങളെ പോലുള്ള കസ്റ്റമേഴ്സ് കൂടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ സജഷൻസ് ആണ് ഞങ്ങളുടെ വിജയം. കാരണം അതിൽ കുറവുകൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താനും
ഞങ്ങൾക്ക് തയ്യാറാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുള്ള ഒരു ആഭരണം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കും. അതുപോലെ ചെയ്തു തരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ചേട്ടനെ നമ്മൾ കണ്ടത് മുതൽ ചേട്ടനായിട്ടുള്ള ഡീലിങ് അടിപൊളിയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാനില്ല. എപ്പോഴും ഈ ചേട്ടനും എന്നെ പോലെ വേറെ 2 ചേട്ടന്മാരും ഉണ്ട്. അവർ ഒരു നല്ല പറയാ കസ്റ്റമേഴ്സിനെ ഡീലിങ് ചെയ്യാനും അതേപോലെ കസ്റ്റമേഴ്സിനെ എങ്ങനെ പെരുമാറണം, അതാണ് ഹൈലൈറ്റ് കേട്ടോ, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അറിയാലോ റേറ്റും കാര്യം കൂടിയെങ്കിൽ പോലും നല്ല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ പരമാവധി ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസ്കൗണ്ട് കാര്യം ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ നമ്മുടെ ഈ ചുറ്റുപാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വരിക, ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യുക. 1 പ്രാവശ്യം വിസിറ്റ് ചെയ്താൽ മതി അല്ലേ? ബാക്കി പിന്നെ അവർ വന്നോളും. അതെ. അപ്പോൾ നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ മീക്കാലും കൂടി എടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സിൻ്റെ പരിപാടിയെല്ലാം നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. അപ്പോൾ ഉമ്മ മീക്കായിലിന് ഇതാണ് നമ്മുടെ മീക്കായിൽ, നമ്മുടെ നേരെ പാവർട്ടി നമ്മുടെ VKG സിനിമ തിയേറ്ററിന് നേരെ കാണുന്ന ഓപ്പോസിറ്റുള്ള നമ്മുടെ മീക്കായിൽ ഗോൾഡൻ ഡയമണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യാട്ടോ, നല്ല അടിപൊളി സർവീസാണ്. ഉമ്മക്ക് എന്താ പറയുക, ഉമ്മ സാറ്റിസ്ഫൈഡ് അല്ലേ? ഉമ്മ എപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് വരല് അപ്പോൾ അങ്ങനെ. അപ്പോൾ സംഭവം ഷെയറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വെച്ചാൽ ഡ്രസ്സ് എടുക്കണം, ഉണ്ണിക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇവിടെ നേരെ ഒരു കാണുന്ന ഡ്രസ്സ് ഉണ്ട്, അത് നോക്കി നോക്കാം എന്താ പാടുന്നത് നമുക്കറിയില്ല. എന്തായാലും ചോദിച്ചിട്ട് വരാം അല്ലേ? ഡ്രസ്സ് നോക്കി നോക്കാം. വാ, കുറേ കളക്ഷനുകൾ വരുന്നുണ്ട് കേട്ടോ. കളക്ഷൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ വന്ന് അപ്പോൾ ഉമ്മാക്ക് പെട്ടെന്ന് നമ്മുടെ ജ്വല്ലറിയിൽ നേരെ ഓപ്പോസിറ്റ് ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കടയിലേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ നമ്മളുള്ള താത്തമാരൊക്കെ ഉണ്ട്. താത്തമാർ അവിടെ ഒരു ആളുണ്ട്, അപ്പോൾ നമ്മുടെ താത്ത ഉണ്ട് കേട്ടോ. അപ്പോൾ താത്ത നോക്കിയപ്പോൾ താത്തയുടെ ഷോപ്പാണിത്. മാഷാ അല്ലാ, നല്ല രീതിയിൽ കളക്ഷനുണ്ട്, നല്ല രീതിയിൽ അഫോർഡബിൾ പ്രൈസുമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ കാണുന്ന ആളല്ല കേട്ടോ, ഒരു കലാകാരിയാണ്, കലാകാരി. അപ്പോൾ ഇത്തടെ പേരെന്താ? നസീമത അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നസീം എന്താ വെച്ച് കഴിഞ്ഞാൽ നസീമയുടെ വീട് പാവർട്ടിയിലാണ്. പാവർട്ടിയിലാണ് കേട്ടോ ഇത്തടെ വീട്. ഇത്തടെ ഷോപ്പാണ് വരുന്നത്. അപ്പോൾ ഇത്തടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ കാണുന്ന ഈ മെഡലൊക്കെ നമ്മുടെ ഇത്താ കിട്ടിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച ഗായികയാണ് കേട്ടോ. അപ്പോൾ മാപ്പിളപ്പാട്ടാണോ അതോ ഹിന്ദി, മലയാളം, തമിഴ് 3 അതല്ലേ? മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാമിലീസുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു 2 വരി പാട്ട് പാടണം കേട്ടോ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 2 പാട്ട് പാടിക്കോ. മതി മതി മതി. കണ്ണിനു കണ്ണായ കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ, താമര കണ്ണ, കണ്ണിനു കണ്ണായ കണ്ണ. മാഷാ അല്ലാ, മാഷാ അല്ലാ. കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു അടിപൊളി ഗായികയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഏതാണ് മേജിക് സ്റ്റാർ മേക്കറിൽ ഇപ്പം സ്റ്റാർ മേക്കർ ഏപ്രിലാണ് പാട്ട് പാടുന്നത്. അതല്ല, അതിലൊക്കെ 700 ചില്ലാൻ പാട്ടുകൾ റെക്കോർഡ് കഴിഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഈ ഫിലിമിലൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, വിളിച്ചാ പോകും. ബാക്കി ബാക്കിയുള്ള സ്റ്റേജ് പരിപാടിക്കൊക്കെ പോക്കുണ്ടല്ലേ? ആര് വിളിച്ചാലും പോവാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ആള് കൊമ്പത്താണ്. അപ്പോൾ മാഷാ അല്ലാ. അപ്പോൾ നമ്മളൊക്കെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, നസീമ ലത്തീഫ് എന്നാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ കുറേ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് പുരസ്കാരങ്ങളില്ലേ? അപ്പോൾ ഇഷ്ടംപോലെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാ. അപ്പോൾ നിങ്ങളെ ഷോപ്പ് വരുന്നത് ഇപ്പോൾ ഈ ബിസിനസ് ആണല്ലോ, ക്ലോത്തിന്റെ ബിസിനസ് ആണല്ലോ, ഡ്രസ്സിന്റെ. അപ്പോൾ ഇത് എവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു നമ്മുടെ ഉള്ള ഫാമിലീസിലൊക്കെ. അതായത് ഇവിടെ VKG സിനിമ ബിൽഡിംഗ് ഉണ്ട്, തൊട്ടുമേലെ സിനിമ തിയേറ്റർ. അതിന്റെ മീക്കായിൽ ജ്വല്ലറിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടാ. അപ്പോൾ ജിയോ ഫാബ്രിക്സ് ഉണ്ടല്ലോ, തൊട്ടടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഷോപ്പിന്റെ പേര് സിറ്റി സ്റ്റൈൽ. സിറ്റി അതാട്ടാ, സിറ്റി സ്റ്റൈൽ കേട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിക കേട്ടാ. അപ്പോൾ ഇവിടെ നിന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന നമ്മുടെ ഫാമിലി, നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് വരുന്ന നമ്മുടെ ഫാമിലീസിന് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പാട്ട് ഫ്രീ ആണ് കേട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ. പാട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
അതെ. രസമുണ്ട് അല്ലേ? രസമുണ്ട്. അല്ല കളറ് വേറെ നോക്കിക്കോ. കളറുണ്ടെങ്കിലേ അല്ല ഫോട്ടോ അല്ല. അപ്പോൾ അങ്ങനെ സാധനം ആദമിനുള്ള അടിപൊളി സാധനം എടുത്തിട്ടാ. ഉമ്മയുടെ സെലക്ഷൻ വാ. ഓക്കെ. അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടാ. നമ്മൾ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ജിയോയിലാണ്. ജിയോ നമ്മുടെ കിഡ്സ് കളക്ഷൻ ഉണ്ടാ. ഇത് നമ്മുടെ ജിയോ കിഡ്സ് കളക്ഷൻ കേട്ടോ. അപ്പോൾ ജിയോ പാവർട്ടി നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് ജിയോ സാരീസ്. അതിന് നേരെ ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ജിയോ കളക്ഷനിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മൊത്തം മേടിച്ചിട്ടാണ്. മീക്കായാലും സാധനങ്ങൾ മേടിച്ച് ഡ്രസ്സും കാര്യം എടുത്ത് ഫുള്ള് കളക്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ നേരെ പോവാം. ഓക്കെ അല്ലേ? ഇതേമാതിരി നല്ല അടിപൊളി മുട്ട ബജിയും അതുപോലെ തന്നെ ചട്നി കിട്ടാം. അങ്ങനെ വീടെത്തിയിട്ട് നമ്മൾ. അപ്പോൾ വീട്ടിലേക്കുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ മേടിച്ച് കൈ പറ്റിയിട്ടുണ്ട്. ഉമ്മ അടിപൊളി ചായ കുടിച്ചപ്പോൾ ഉമ്മ ഉഷാറായിട്ടാ. ഉമ്മ എടുക്കടാ എടുക്കാ കടയ്ക്കാ പോകുന്നത്. അപ്പോൾ ഉമ്മ കറിക്കോ. അപ്പോൾ നമുക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ പരിപാടി കഴിഞ്ഞു. വരുന്നുണ്ട് നോക്കാം. അതെ. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാ പരിപാടിയൊക്കെ റാത്തായിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്തത് 40ൻ്റെ വീഡിയോസും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസ് എന്തെങ്കിലും എടുക്കുന്നുണ്ട്. ഉണ്ണിയുടെ 40ൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട്. എല്ലാവരും കാണാം. പിന്നെന്താ വേറെന്താ പറയാനുള്ളത്? വേറെന്താ, പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ കാണാം. ഓക്കെ. അപ്പോൾ എല്ലാം ബൈ അല്ലേ മാ? ബൈ.